നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിൽ JS സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ ഡീൻ MK നാരായണൻ, അസിസ്റ്റന്റ് വാർഡൻ R കാന്തനാഥൻ എന്നിവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ T ജയപ്രകാശ് പറയുന്നത്. ഇരുവരുടെയും സസ്പെൻഷൻ നല്ലത് തന്നെ. മരണത്തിൽ ഇരുവർക്കും മുഖ്യ പങ്കുണ്ട്. ഇരുവരും കേസിൽ പ്രതിയാക്കിയില്ല എങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജയപ്രകാശ് പറയുകയാണ്. ഉറ്റ സുഹൃത്താണ് മരണത്തിൽ മുഖ്യ സൂത്രധാരെന്നും ഇയാളെയും കേസിൽ പ്രതിയാക്കണമെന്നും സിദ്ധാർത്ഥന്റെ അമ്മാവൻ ഷിബു ആവശ്യപ്പെട്ടു. സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിനിരയായി 3 ദിവസവും ഇയാൾ ഒപ്പമുണ്ടായിരുന്നു. സിദ്ധാർത്ഥനെ ഫോണിൽ കിട്ടാതായപ്പോഴൊക്കെ ഇയാളുമായാണ് സംസാരിച്ചത്. പലപ്പോഴും നെടുമങ്ങാട്ടെ വീട്ടിൽ വന്നു പോയിട്ടുണ്ട്. മർദ്ദന വിവരം ഈ വിദ്യാർത്ഥിക്ക് നന്നായി തന്നെ അറിയാം. കോളേജിൽ ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇയാൾ തന്നെ അറിയിച്ചില്ല എന്നതിൽ ദുരൂഹത ഏറെയാണ്. ഇയാളാണ് അവസാന നിമിഷം വരെ സിദ്ധാർത്ഥന്റെ ഫോൺ കൈകാര്യം ചെയ്തത് എന്നും ഇതുവരെയും പേര് പുറത്തു വന്നിട്ടില്ലാത്ത ഈ വിദ്യാർത്ഥിയുടെ അച്ഛൻ രാഷ്ട്രീയ നേതാവാണെന്നും സിദ്ധാർത്ഥൻ പറഞ്ഞിട്ടുണ്ടെന്നും ജയപ്രകാശ് പറയുകയാണ്. അതേസമയം പ്രതിപക്ഷ നിരാഹാര സമരം 3ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്നും ഡീൻ ഉൾപ്പെടെയുള്ള അധ്യാപകരെ പ്രതി ചേർക്കണമെന്നും ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് JB മേത്തർ, അതുപോലെ തന്നെ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ എന്നിവർ നയിക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 2ാം ദിവസം പിന്നിട്ടിരിക്കുന്നു. 3ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ക്ലിഫ് ഹൗസിലും സെക്രട്ടറിയിലും കയറിയ മരപ്പട്ടിയെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചാൽ ആ മരപ്പട്ടി പിണറായി വിജയനേക്കാൾ അന്തസ്സോടെ കൈകാര്യം ചെയ്യുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ആ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ചെറുപ്പക്കാരനെ മൃഗീയമായി കൊന്നിട്ടും ഒരു അക്ഷരം പോലും മിണ്ടാത്തത്, ഒന്നും പ്രതികരിക്കാത്തത് എന്തുകൊണ്ടെന്നാണ്, പിണറായി വിജയൻ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്ന വലിയ രീതിയിലുള്ള ഒരു ആശയം ഉയരുന്നുണ്ട്, അല്ലെങ്കിൽ ചോദ്യം ഉയരുന്നുണ്ട്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ KSU പ്രസിഡന്റ്, അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ്, ഇവർ 3 പേരും നയിക്കുന്ന നിരാഹാര സമരം, അനിശ്ചിതകാല നിരാഹാര സമരം സെക്രട്ടറിന് മുന്നിൽ നടക്കുകയാണ്. ഇന്ന് ഈ മഹിളാ കോൺഗ്രസിന്റെ അടക്കമുള്ളവരുടെ പ്രതിഷേധ മാർച്ചുണ്ട്. MSF അടക്കമുള്ളവരുടെ പ്രതിഷേധ മാർച്ച് സെക്രട്ടറിന് മുന്നിൽ നടക്കുന്നുണ്ട്. പല രീതിയിൽ അച്ഛനടക്കമുള്ളവർ പറയുന്നു ഡീൻ ആരാച്ചാരാണ് എന്നടക്കമുള്ള കാര്യം പറയുകയാണ്. അച്ഛൻ എന്തായാലും നിലവിൽ ഡീനെതിരെയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് വാർഡിനെതിരെയും സസ്പെൻഷൻ നൽകിയിട്ടുണ്ടെങ്കിലും അവരെ കൂടി പ്രതിപട്ടികയിൽ ചേർക്കണമെന്നാണ് ഈ സിദ്ധാർത്ഥന്റെ അച്ഛന്റെ ആഗ്രഹം.